പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഒരു വിൻഡോസ് മെഷീനിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് python.org എന്ന പൈത്തൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. പൈത്തൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോഞ്ച് ഇൻട്രാക്റ്റീവ് ഷെല്ല് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം എഴുതാവുന്നതാണ്. പൈത്തൻ്റെ പുതിയ വെർഷനായ പൈത്തൺ 3.8ൻ്റെ ഷെല്ല് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോഗ്രാം എഴുതാം. പക്ഷേ ഇത് ഷെല്ലാണ്. ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാം സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം എഴുതാം. പക്ഷേ നമ്മുടെ ലോക്കൽ മെഷീൻ്റെ അകത്ത് പൈത്തൺ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് പൈത്തൺ 3.8.5 ഡൗൺലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വ്യൂ ദ ഫുൾ ലിസ്റ്റ് ഓഫ് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൻ്റെ പഴയ വേർഷനുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും പഴയ സ്റ്റേബിൾ വേർഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. ഉദാഹരണമായിട്ട് പൈത്തൺ 3.6.5, 3.7.2, 3.7.5 തുടങ്ങിയവ. പൈത്തൺ 3.8ലുള്ള പുതിയ ഫീച്ചറുകളും നമ്മൾ ഈ സീരീസിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പുതിയ വേർഷൻ പൈത്തൺ ഡൗൺലോഡ് ചെയ്യുകയാണ്. എന്തായാലും ഞാൻ പൈത്തൺ ഇതിനു മുമ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഡൗൺലോഡ് ക്യാൻസൽ ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് നോക്കാം. ഡെസ്ക്ടോപ്പിൽ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത പൈത്തൺ 3.8.5ൻ്റെ എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് ചാടിക്കയറി ക്ലിക്ക് ചെയ്ത് അതിന് പകരം ആഡ് പൈത്തൺ 3.82 പാത്ത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ആഡ് പൈത്തൺ 3.82 പാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈത്തൻ്റെ ബൈനറി ഫയലുകളിലായിട്ടുള്ള പാത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എൻവിറോൺമെൻറ്റ് വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്യാനാണ്. ഇൻസ്റ്റലേഷൻ ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വാർണിംഗ് കാണാൻ കഴിയും, ഡിസേബിൾ പാത്ത് ലെങ്ത് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വാർണിംഗ് ഇഗ്നോർ ചെയ്യുക. അതിനുശേഷം ക്ലോസ് നിൽക്കുക. പൈത്തൺ ഇൻസ്റ്റലേഷൻ കറക്റ്റായിട്ട് നടന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. CMD എന്ന് സെർച്ചിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പൈത്തൺ എന്ന് പറയുന്ന കമാൻഡ് പ്രോംപ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ പൈത്തൺ 3.8.5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വേർഷൻ ഏതാണോ ആ ഒരു വേർഷൻ ഇവിടെ കാണാൻ കഴിയും. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് പൈത്തൺ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. കൂടാതെ പൈത്തൺ എൻവിറോൺമെൻറ്റ് വേരിയബിൾ കറക്റ്റായിട്ട് സെറ്റും ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഈ പൈത്തൺ ഷെല്ലിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എക്സിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ ക്വിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനോ യൂസ് ചെയ്യാവുന്നതാണ്. വിൻഡോസിൽ പൈത്തൺ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് അഥവാ IDLE കൂടിയാണ് വരുന്നത്. ആ ഒരു IDLE ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ചിൻ്റെ ഉള്ളിൽ IDLE എന്ന് സെർച്ച് ചെയ്യുക. IDLE എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എനിക്കിവിടെ രണ്ട് IDLE കാണാൻ കഴിയും, പൈത്തൺ 3.6ൻ്റെയും പൈത്തൺ 3.8ൻ്റെയും. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ്റെ IDLE ആയിരിക്കും കാണാൻ കഴിയുക. ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ അത് രണ്ട് പൈത്തൺ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പൈത്തൺ 3.6ൻ്റെയും പൈത്തൺ 3.8ൻ്റെയും IDLE കാണാൻ കഴിയുന്നത്. നിങ്ങൾ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒന്നിലധികം പൈത്തൺ വേർഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേർഷൻ എങ്ങനെ മാറി ഉപയോഗിക്കണമെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഞാൻ പൈത്തൺ 3.8ൻ്റെ IDLE ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് പൈത്തൺ 3.8.5 എന്നൊക്കെ പറഞ്ഞിട്ട് പൈത്തൻ്റെ വേർഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ കഴിയും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഷെല്ലാണ്. ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രോഗ്രാം ഒരു ഫയലായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയല് ന്യൂ ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. പൈത്തൻ്റെ അകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള IDLEയുടെ ഇൻ്റർഫേസ് അത്രയ്ക്ക് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്ലൈം ടെക്സ്റ്റ് 3 അല്ലാന്നുണ്ടെങ്കിൽ VS കോഡോ ഉപയോഗിക്കാവുന്നതാണ്. സബ്ലൈം ടെക്സ്റ്റ് 3യും VS കോഡും എക്സ്റ്റൻഷനുകൾ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ന്യൂ ജനറേഷൻ ടെക്സ്റ്റ് എഡിറ്ററാണ് അല്ലെങ്കിൽ കോഡ് എഡിറ്ററാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റിസോഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ പൈച്ചാം IDE കുറച്ച് ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പൈച്ചാം പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ല, സ്മാർട്ട് ഫോൺ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പൈഡ്രോയിഡ് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമുകൾ ചെയ്ത് പഠിക്കാവുന്നതാണ്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. അപ്പോൾ ശരി, വീണ്ടും കാണാം.